നമസ്കാരം. വില്ലേജ് ന്യൂസ് വെബ് ടിവിയിലേക്ക് ഏവർക്കും സ്വാഗതം. തെരഞ്ഞെടുപ്പ് അംഗം മുറുകുന്നു. ആയുധപ്പുരകൾ ഒളിപ്പിച്ചു വെച്ച ആയുധങ്ങളെല്ലാം ഓരോന്നോരോന്നായി മുന്നണികൾ പുറത്തെടുക്കുന്നു. സർവം മറന്നുള്ള പോരാട്ടത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പോരാട്ടത്തിന്റെ വിളംബര ഘോഷയാത്രകൾ ആരംഭിച്ചു കഴിഞ്ഞു. 2-3 ദിവസം മുമ്പ് കാസർഗോഡ് കുമ്പളയിൽ നിന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നേതൃത്വത്തിൽ LDFിന്റെ വികസന മുന്നേറ്റ യാത്ര ആരംഭിച്ചു. കേരളത്തിന്റെ 3 കോണുകളിൽ നിന്നാണ് LDF ജാഥകൾ. എന്നാൽ UDF ഒറ്റ ജാഥയിൽ ഒതുക്കിയിരിക്കുന്നു. MV ഗോവിന്ദൻ ജാഥ ആരംഭിച്ച അതേ പോയിന്റിൽ നിന്ന് തന്നെയാണ് VD സതീശന്റെ ജാഥയും ആരംഭിച്ചത്. സഞ്ചയനത്തിന് ഇഡലിയും വടയും നൽകുന്നത് പോലെ, അല്ലെങ്കിൽ 16 അടിയന്തരത്തിന് വിത്തെടുത്ത് കുത്തി സദ്യ നൽകുന്നത് പോലെ പൗരപ്രമുഖർക്ക് സൽക്കാരം നൽകാൻ LDF മറക്കുന്നില്ല. അപ്പോഴും കേവല ദരിദ്രവാസികൾക്കും സാധാരണക്കാർക്കും ഡ്യൂട്ടി കൊട്ടാരക്കെട്ടുകൾക്ക് പുറത്തു തന്നെ. പോസ്റ്റർ ഒട്ടിക്കുകയും കൊടി ഉയർത്തുകയും ജാഥ വിളിക്കുകയുമാണ് അവരുടെ കടമ. എന്നാൽ UDF സൽക്കാരഘോഷം നടത്തുന്നില്ല. പകരം ജാഥയുടെ ഇടവേളകളിൽ പൗരപ്രമുഖന്മാർ ഇരിക്കുന്നിടത്തേക്ക് പ്രതിപക്ഷ നേതാവ് നേരിട്ട് ചെന്ന് ആതിഥ്യം സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാം പ്രതിപക്ഷ മുന്നണിയായ NDAക്ക് ജാഥയുണ്ടെന്ന് തോന്നുന്നില്ല. മറ്റു പ്രവർത്തനങ്ങളിലാണ് അവർ മുഴുകിയിരിക്കുന്നത്. BJPയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഇന്ന് ചുവരെഴുതി അവരുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനം ഉദ്ഘാടനം ചെയ്യുമെന്ന് പറഞ്ഞു കേൾക്കുന്നു. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുമെന്ന ന്യായത്തിന്റെ ചൂടുപിടിച്ച് എല്ലാ മുന്നണികളും സർവ്വ അളവുകളുമെടുത്ത് പയറ്റുകയാണ്. ജാതിക്കാർഡുകൾ തെരഞ്ഞെടുപ്പ് മാർക്കറ്റിൽ പാറിക്കളിക്കുന്നു. ആരോപണ പ്രത്യാരോപണങ്ങൾ അന്തരീക്ഷ മലിനീകരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. കണ്ണല്ലാത്തതെല്ലാം പൊന്നാക്കിയെന്ന അവകാശവാദവുമായി ഭരണകക്ഷി പട്ടം പറപ്പിക്കുമ്പോൾ ഭരണവിരുദ്ധ വികാരത്തിന്റെ വെടിപ്പുരയ്ക്ക് തീകൊളുത്താനാണ് പ്രതിപക്ഷ കക്ഷികൾ ശ്രമിക്കുന്നത്. ശബരിമല അയ്യപ്പനെ വരെ പൊക്കിക്കൊണ്ടു പോകാനൊരുങ്ങിയ കൊടും കൊള്ളയുടെ പഴി 3 മുന്നണികളും പരസ്പരം വെച്ച് ചാർത്തുന്നു. പോറ്റിയെ കയറ്റി ഊറ്റിയതിന്റെ ഉത്തരവാദിത്തം ഇന്നലെ മുഖ്യമന്ത്രി C വേണുഗോപാലിന്റെ തലയിൽ ചാർത്തി കൊടുത്തു. ഇങ്ങനെ സർവം മറന്നുള്ള പോരാട്ടത്തിൽ ഭരണകക്ഷിക്കാണ് മേൽക്കോയ്മ. കാരണം അവരുടെ കയ്യിൽ പണവും അധികാരവുമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ UDF ഭരണം ഉറപ്പിച്ച മട്ടാണ്. എന്നാൽ വിട്ടുകൊടുക്കില്ലെന്ന മട്ടിലാണ് മുഖ്യമന്ത്രി. ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന് UDF സന്തോഷത്തിൽ ആർപ്പ് വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ മുഖ്യമന്ത്രി മൗനത്തിലായിരുന്നു. ആ മൗനത്തിന് 1000 അർത്ഥങ്ങളുണ്ടെന്ന് അന്നേ ഞങ്ങൾ പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രിയുടെ മൗനം UDF ആശങ്കയിൽ എന്നൊരു വീഡിയോ ഞങ്ങളന്ന് പുറത്തുവിട്ടിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിന് വേണ്ട വെടിക്കോപ്പ് ഒരുക്കുകയാണ് മുഖ്യമന്ത്രി എന്ന് അന്നേ ഞങ്ങൾ പറഞ്ഞിരുന്നു. ഇന്നിപ്പോഴിതാ വെടിക്കോപ്പുകൾ ഒന്നൊന്നായി പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നു. നടക്കില്ലെന്നറിയാമെങ്കിലും കേരളിന്റെ അപ്പനായി RRTC പ്രഖ്യാപിച്ചിരിക്കുന്നു. ശബരി റെയിൽപാതയ്ക്ക് വേണ്ടി 1900 കോടി കിഫ്ബി വായ്പ പ്രഖ്യാപിച്ചിരിക്കുന്നു. വിഴിഞ്ഞത്തിന്റെ അടുത്ത ഘട്ടവും മറ്റു ചില വികസന പദ്ധതികളും പ്രഖ്യാപിച്ചിരിക്കുന്നു. പ്രാഞ്ചിയേട്ടൻ സഭ കൂടി എല്ലാവരെയും സൽക്കരിച്ചു വിട്ടിരിക്കുന്നു. ഇനിയും ചില കോൺക്ലേവുകൾ പ്രഖ്യാപിച്ചിരിക്കുന്ന മൂക്കുപൊടി നൽകുന്നത് പോലെ വിവിധ ജനവിഭാഗങ്ങൾക്ക് കോമ പ്രഖ്യാപനങ്ങൾ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. സർക്കാർ ജീവനക്കാർക്ക് DA കുടിശ്ശികയും ശമ്പള കമ്മീഷനും പ്രഖ്യാപിച്ചിരിക്കുന്നു. ഏറ്റവും ഒടുവിലിതാ ബ്രഹ്മാസ്ത്രം പോലെ സർക്കാർ ജീവനക്കാരുടെ പ്രവൃത്തി ദിനം കുറയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഹായ്, എത്ര മനോഹരമായ തീരുമാനം! ഓഫീസുകളിൽ ഇരുന്നുറങ്ങുന്നതിന് പകരം സർക്കാർ ജീവനക്കാർക്ക് ഇനി ഒരു ദിവസം കൂടി വീട്ടിൽ കിടന്നുറങ്ങാം. സംസ്ഥാനത്ത് 5.5 ലക്ഷം സർക്കാർ ജീവനക്കാരാണുള്ളത്. ജനസംഖ്യയുടെ 1.5% മാത്രം വലിയൊരു വോട്ട് ബാങ്കായ ഇവർക്ക് ശമ്പളവും പെൻഷനും നൽകുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ തന്നെ സംസ്ഥാന വരുമാനത്തിന്റെ 70% ചെലവാക്കുന്നത്. ശമ്പള പരിഷ്കരണവും കൂടി വന്നു കഴിയുമ്പോൾ ഇതെത്രയായി ഉയരുമെന്ന് നിശ്ചയമില്ല. ഇതിനു പുറമെയാണ് പ്രവൃത്തി ദിനം കുറയ്ക്കാൻ കൂടിയുള്ള തീരുമാനം. നിലവിലെ പ്രവൃത്തി ദിനങ്ങളിൽ തന്നെ ലക്ഷക്കണക്കിന് ഫയലുകൾ തീർപ്പാക്കാതെ കെട്ടിക്കിടക്കുകയാണ്. ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇപ്പോൾ തന്നെ സമയം തികയുന്നില്ല. അതിനിടയിലാണ് പുതിയ തീരുമാനം. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ സെക്കൻഡ് സാറ്റർഡേ ഒഴികെയുള്ള ആഴ്ചകളിൽ 6 ദിവസമാണ് ഇപ്പോൾ ജോലി ചെയ്യേണ്ടത്. ഇതിൽ ഏതെങ്കിലും ഓഫീസ് രാവിലെ 10 മണിക്ക് പ്രവർത്തന സജ്ജമാകാറുണ്ടോ? വൈകിട്ട് 5 മണി വരെ ഏതെങ്കിലും ഓഫീസ് എല്ലാ ജീവനക്കാരുമായി പ്രവർത്തിക്കാറുണ്ടോ? ഇല്ലെന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. ഒരു വർഷം 52 ആഴ്ചകളാണുള്ളത്. സെക്കൻഡ് സാറ്റർഡേ ഒഴിച്ചാൽ 40 ശനിയാഴ്ചകൾ നിലവിൽ ജോലി ചെയ്യേണ്ടതുണ്ട്. ഈ 40 ശനിയാഴ്ചകൾ അവധി നൽകാനാണ് ഇപ്പോൾ തത്വത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനു പകരമായി രാവിലെയും വൈകിട്ടും അരമണിക്കൂർ കൂടുതൽ ജോലി ചെയ്ത് സമനപ്പെടുത്താനാണ് തീരുമാനം. ആ കണക്ക് ഏത് കോത്താഴത്തെയാണെന്ന് മനസ്സിലാകുന്നില്ല. 5.5 ലക്ഷം സർക്കാർ ജീവനക്കാരുടെയും അവരുടെ കുടുംബത്തിൻ്റെയും ഏകദേശം 25 ലക്ഷം വോട്ട് ഭരണകക്ഷിയുടെ പെട്ടിയിലാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള കടുംവെട്ടാണിതെന്ന് ആർക്കും ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും.
പൊതുജനമെന്ന വോട്ടുകുത്തി യന്ത്രത്തിന്റെ അണ്ണാക്കിലോട്ട് അമേദ്യം കോരിയിട്ടിട്ടാണെങ്കിലും ഭരണം നിലനിർത്തുകയെന്ന ഉദ്ദേശം മാത്രമേ ഇതിന് പിന്നിലുള്ളൂ. എന്നാൽ ഭരണകക്ഷിയുടെ ആഗ്നേയ അസ്ത്രത്തെ നേരിടാൻ പ്രതിപക്ഷ കക്ഷികൾക്ക് ആകില്ല. ഭരണകക്ഷിയുടെ ഏതു തീരുമാനത്തിനുമെതിരെ പ്രതികരിക്കുന്ന പ്രതിപക്ഷ നേതാവിനും ഈ കടുംവെട്ടിനെതിരെ മിണ്ടാനാകില്ല. കാരണം മുന്നിലുള്ളത് 5 ലക്ഷത്തിൻ്റെ വോട്ട് ബാങ്കാണ്. അവർ പിണങ്ങിയാലോ? ഭരണകക്ഷിയുടെ വെട്ടിനെ തടുക്കാനാകാതെ പ്രതിപക്ഷവും മാളത്തിൽ ഒളിക്കുമ്പോൾ കൂടുതൽ വലയുന്നത് ഈ തരവഴി തരത്തിനും വോട്ട് ചെയ്യേണ്ടി വരുന്ന അസംഘടിത ജനവിഭാഗങ്ങളാണെന്നുള്ളതാണ് സത്യം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് ന്യൂസ് വെബ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം കമന്റ് ആൻഡ് ഷെയർ കൂടി ചെയ്യുക.